ഹേ ഗായ്സ്, ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡൽഹി പോണെയാണ്. ഞാനും മാമും സജന മാമും പിന്നെ ഇൻഷ. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു പ്രോഗ്രാം ഉണ്ട്, MCOP5 എന്ന് പറഞ്ഞിട്ട് മോഡൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണെയാണ്. ആദ്യം ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനുള്ളത് കവരത്തി ഐലൻഡിലാണ്. ഇവിടുന്ന് ചോപ്പറിൽ അഗത്തിയിലോട്ട് പോകും. പിന്നെ 9th ഫ്ലൈറ്റ്. പിന്നെ കൊച്ചിയിൽ ലേ ഓവർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡൽഹി പോകും. പിന്നെ പരിപാടി ഉണ്ടാവും. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബയോഡൈവേഴ്സിറ്റി എൻവയറമെൻ്റൽ ഇഷ്യൂസ് ഇല്ലേ, അതിനെക്കുറിച്ചാണുള്ളത്. അപ്പം ഓക്കെ. അപ്പോൾ ചോപ്പർ വന്ന് ഞങ്ങൾ കയറാൻ പോണേണ്. കവരത്തിയിൽ നിന്ന് ഗത്തിയിലോട്ട് ഒരു 15 മിനിറ്റ്സ് അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അഗത്തിയിലെത്തി ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഇവർ നമ്മുടെ ലഗേജൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നതാണ്. ഇത് നമ്മൾ വന്ന് ചോപ്പർ. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ നമ്മുടെ റിസോർട്ടിലോട്ട് പോവാണ്. എന്നിട്ട് അവിടെ ലഗേജൊക്കെ ഒന്ന് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. Okay guys, Insha say hi. എൻ്റെ ബ്ലൂ, ആ ബ്ലൂവും ഇത് രണ്ടും ഉണ്ട്. അതാണ് കൽപ്പേനി. ഇതാണ് നമ്മുടെ റൂം. ഏത് കളർ?
അത് ഓ ആ എടാ മോനെ അപ്പം നമ്മൾ ഓൺ ദ വേ ടു ഫുഡ് കഴിക്കൽ. സോ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റിസോർട്ടിലോട്ട് വന്നിട്ട് കറങ്ങാൻ പോകാനാണ് പ്ലാൻ. ഇത് രാവിലെ അല്ലേ, സോ ഒന്ന് ഈവനിങ് ഒക്കെ ആയിട്ട് കറങ്ങാൻ പോകാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. സോ കുറച്ച് പേരൊക്കെ കഴിക്കുന്നുള്ളൂ, ഞാൻ കഴിഞ്ഞു. സോ ഇപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കണയാണ്. കുളിച്ച് കുറേ നേരമായി. എന്നിട്ട് സജന മാം ഇൻഷയൊക്കെ ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പോയില്ല, എൻ്റെ വയറ് ഫുഡുള്ളത് കാരണം ഞാൻ പോയില്ല. പിന്നെ എന്താ പാർത്ഥിവൻ സാറ് എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, അവർ ഉറങ്ങണയാണ്. ഞാൻ അവരുടെ റൂമിൽ വന്നിട്ടാണ് ഇരിക്കുന്നത്, കാരണം അവർ എങ്ങനെ ഉണർന്നാലോ, അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം അങ്ങനെ പിന്നെ വൈകുന്നേരം ഇപ്പം ഞാൻ അഗത്തിയിലാണുള്ളത്. വൈകുന്നേരം കറങ്ങാൻ പോകും. എന്നിട്ട് അത് കഴിഞ്ഞ് കറങ്ങാൻ പോയിട്ട് ഞാൻ കാണിച്ചു തരാം സംഭവം. കുറേ ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെന്താ അത് കഴിഞ്ഞിട്ട് എന്താ ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യാനുള്ള പ്രസൻറ്റേഷൻ്റെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അവിടെ ഒരു കൾച്ചറൽ ഈവനിങ് ഉണ്ട്, അതിൻ്റെ ഡാൻസിൻ്റെ ഇതും പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ഞങ്ങൾ കളിക്കാൻ പോകുന്നത് അറിയോ, ബാണ്ഡ്യ. നമ്മളിപ്പോൾ ലക്ഷദ്വീപിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല, അവിടെ പോകണം. ലക്ഷദ്വീപിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ആയിട്ടൊരു കൾച്ചറൽ ഈവനിങ് ഉണ്ട്. ഈവനിങ് വെക്കുമ്പോൾ നമ്മളവിടെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇൻഷ്യൻ ഡാൻസ് മറ്റേ മിനിക്കോയിലെ ബാണ്ഡ്യ ഡാൻസ് അല്ലേ, അത് കളിക്കാൻ പോവാണ്. അത് പഠിച്ച് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ആ കുടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡ്രസ്സും കുടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് കളിക്കണം. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് അവിടെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻവയറമെൻ്റൽ ഇഷ്യൂസ് ഇല്ലേ, ഈ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് കോറൽ ബ്ലീച്ചിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞു കൊടുക്കണം, പ്രസൻറ്റ് ചെയ്യണം. പിന്നെ ഫോട്ടോസൊക്കെ ആണ്. ഞാൻ കുറേ PPT ഒക്കെ ഉണ്ടാക്കി, PPT ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ സ്ലൈഡ്സ് ഉണ്ടായാലും. പിന്നെ അതൊക്കെ പോയിട്ട് അവിടെ പരിപാടിയുണ്ട്. നമുക്ക് ഇതൊരു 3 day പ്രോഗ്രാമാണ്. 10th 11th 12th 10th പിന്നെ 11th അല്ല, ആദ്യമൊക്കെ നമുക്ക് എന്താ ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ടാൽ മതി. പിന്നെ രണ്ടാമത്തത് കൾച്ചറൽ ഈവനിങ് ആണ്, അപ്പോൾ കൾച്ചറായിട്ട് ഡാൻസൊക്കെ ഉണ്ടാവും. പിന്നെ 3rd day ഫിനാലെയാണ്. ഫിനാലയിൽ നമ്മൾ യൂണിഫോം ഇട്ടണം, അത് ഫോമലായിരിക്കും. യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. സോ നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് നാളെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അഗത്തി സ്റ്റേ ചെയ്യാം. സോ നാളെ 10:55 തോന്നുന്നു ഫ്ലൈറ്റ് രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 12:20 ആകുമ്പം കൊച്ചിയിലെത്തും. കൊച്ചി എത്തിയിട്ട് നമ്മൾ 8 hours അവിടെ ലേ ഓവർ ഉണ്ട്, 8 hours ലേ ഓവർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ 8 o'clock തോന്നുന്നു ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ്. അവിടെ 8 hours നമ്മൾ കൊച്ചിയിലുണ്ടാവല്ലോ, ആ സമയം നമുക്ക് കറങ്ങാൻ പോകും. കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോകണം. പിന്നെ 8 hour കൊച്ചിയിലുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണണം. എപ്പോഴാണ് നെക്സ്റ്റ് ഇയറിലേ കാണാൻ പറ്റുള്ളൂ, കാരണം ഞാൻ അവിടെ പോയിട്ട് അവർക്ക്. എന്നിട്ട് ഡൽഹിയിലോട്ടുള്ള ഫ്ലൈറ്റ് ഉള്ളത് 8 o'clock തോന്നുന്നു ഫ്ലൈറ്റ്. അപ്പം 8 o'clock to ഡൽഹി എത്തുമ്പോൾ എന്തായാലും നൈറ്റ് ആവും. നൈറ്റ് പറയുമ്പോൾ 11 o'clock ആവും. 11 o'clock ആകുമ്പോഴാണ് നമ്മൾ ഡൽഹി എത്തുള്ളൂ. എത്തിക്കഴിഞ്ഞിട്ട്
ഫോൺ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടിക്ക് ആയിട്ട് ബിസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര കാറ്റാണ്, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് അത്ര കാണാൻ പറ്റില്ല, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് സെറ്റ് പ്ലേസസ് ഉണ്ട് പിക്സ് എടുക്കാനായിട്ട്. ഇനി കുറച്ച് എന്തോ ഷെഡ് പോലെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല, അവിടൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസ് അടിപൊളിയാണ്. പക്ഷെ അവിടെ ലൈറ്റ് അധികം ഇല്ല എന്നുള്ളൂ, അപ്പോൾ ശോഭമാണ്. പക്ഷെ സംഭവം സെറ്റാണ് ഇത്. പിന്നെ കണ്ടത് ഇത് അവിടെ കുറേ ബെഞ്ചസ് പോലെ ഉണ്ടല്ലോ, അവിടെ നല്ല ലൈറ്റ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. പിന്നെ ആ ഒരു ഇതുണ്ടോ, ഈ സ്ഥലം അടിപൊളിയാണ്. ഇപ്പോൾ നൈറ്റ് ആയപ്പം അവർ ഫുഡ് റെഡിയാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പാർത്ഥിവൻ സാറും വൈഫും കുട്ടികളുണ്ട്, പിന്നെ ഇൻഷ, സജന മാം, ഞാൻ. ഓക്കെ, ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഇപ്പം ചോറുണ്ട്, പക്ഷെ ഞാൻ ചോറ് കഴിച്ചില്ല. പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ ഇത് പനീറുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. ഞാൻ കഴിച്ചത് ചപ്പാത്തിയും പനീറും പിന്നെ ഫിഷ് ഫ്രൈ ആണ്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഫിഷ് ഫ്രൈ ഒക്കെ ഒരു ഭയങ്കര വേറെ ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല പനീറും സെറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നമ്മൾ അകത്തിന്ന് കൊച്ചിയിലോട്ടുള്ളതാണ്, അത് കാണിക്കാം. സോ ബൈ.